15 വർഷമായിട്ട് ഇവിടെ ഒരു MP ഉണ്ടല്ലോ, തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു ഹൈക്കോർട്ട് ബെഞ്ച് തിരുവനന്തപുരത്ത് വേണം കൊണ്ടുവരാൻ പോലും ഈ MP-ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം MP ആയ അല്ല, അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ചൂണ്ടിക്കാണി. ഞാനൊരു 66 പേജിൽ റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ ഹൈക്കോടതി ബെഞ്ചിന്റെ വിഷയം ഞാൻ നേരിട്ട് ചൂണ്ടിക്കാണിക്കട്ടെ. ഇത് 3 പാർട്ടികളും എല്ലാ തെരഞ്ഞെടുപ്പിന്റെ വാഗ്ദാനമാണ്, BJP അടക്കം. ഈ വാഗ്ദാനം ചെയ്ത രാജഗോപാൽ ഒരു കാലത്തിൽ ലോ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ലോ ആയിരുന്ന വാജ്പേയി സർക്കാർ. അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനാണ് പോയിട്ട് കണ്ടുപിടിച്ചത് എന്താ വിഷയം ഇതാണ്. സെറ്റിൽ ജൂറിസ്പ്രൂഡൻസ് പ്രകാരം ഒരു ചീഫ് ജസ്റ്റിസിന്റെ അനുവാദം ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഹൈക്കോടതി ബെഞ്ച് കിട്ടില്ല. ആ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ അനുവാദം വേണം. ഞാൻ 3-4 ചീഫ് ജസ്റ്റിസ് നേരിട്ട് പോയി കണ്ടു. ചിലവരുടെ വീട്ടിൽ, ചിലവരുടെ ഓഫീസിൽ. എല്ലാവരും എന്നോട് പറഞ്ഞു, ഒരു ചീഫ് ജസ്റ്റിസ് ഒരു വ്യക്തിയല്ല, ഒരു സ്ഥാപനത്തിന്റെ ഹെഡാണ്. ഞങ്ങൾക്ക് മറ്റേ ജഡ്ജിമാരുടെയും അഭിപ്രായം അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ. ഒരു ജഡ്ജിനോട് ആവശ്യപ്പെട്ടു, ലോ മിനിസ്റ്ററിന് എഴുത്ത് വാങ്ങിത്തരൂ, എന്റെ അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ അഭിപ്രായം തരാമെന്ന് പറഞ്ഞു. ലോ മിനിസ്റ്റർ എഴുത്ത് വന്നു. അദ്ദേഹം അഭിപ്രായം തരാൻ ധൈര്യമൊന്നുമില്ല. അദ്ദേഹം സുപ്രീം കോടതി പ്രൊമോഷനായി പോയി. വേറൊരു കേസ് വന്നത് ചീഫ് ജസ്റ്റിസ് മഞ്ജുല ചെല്ലൂരിന്റെ പേരെടുക്കുന്നത്. കാരണം അവർ ഒരു കാര്യം കൂടി ശ്രമിച്ചവർക്ക് വേണ്ടിയിട്ട് അവരൊരു 3 ജഡ്ജിന്റെ ഒരു ടീം സ്ഥാപിച്ചു, ഒരു ഗ്രൂപ്പ് സ്ഥാപിച്ചു, ഈ വിഷയത്തിനെ പഠിച്ച് പരിശോധിച്ചിട്ട് റെക്കമെൻഡേഷൻ കൊടുക്കാൻ. ഈ 3 ജഡ്ജിമാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന കാരണം അവരും ഈ ഹൈക്കോടതി ബെഞ്ച്, ട്രിവാൻഡ്രത്തിന് വേണ്ടിയുള്ള ബെഞ്ചിന് വേണ്ടി ഒരു അഭിപ്രായം പറഞ്ഞില്ല. പിന്നെ മഞ്ജുല ചെല്ലൂരും റിട്ടയർ ചെയ്ത് മാറിപ്പോയി. അപ്പൊ അവസാനത്തിൽ നമ്മൾക്ക് ഏത് ജഡ്ജും ഇത് ചെയ്യാൻ തയ്യാറല്ല. അത് എന്തുകൊണ്ടാണ് അത് ജഡ്ജിമാരോട് ചോദിക്കാൻ സാധിക്കും. പക്ഷേ ഇതുവരെ ജഡ്ജിമാര് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു അവസാനത്തെ ഒരു ടാക്ടിക് ട്രൈ ചെയ്തത്. ഞാനൊരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എഴുതി. അതിൽ പറഞ്ഞു, ഏത് സംസ്ഥാന സർക്കാരിന് ഏത് സംസ്ഥാന തലസ്ഥാനത്തിന് അഥവാ ഒരു ഹൈക്കോടതി ബെഞ്ച് ഇല്ലെങ്കിൽ അവർക്ക് ബൈ ലോ സ്ഥാപിക്കാനുള്ള അവകാശമുണ്ട്. BJP ലോ മന്ത്രിയായിരുന്ന രവിശങ്കർ പ്രസാദിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഈ ബില്ല് എടുത്തുകൂടെ, ഇത് നിങ്ങൾ പാസ്സാക്കിക്കൂടെ, എല്ലാവർക്കും വലിയ ഗുണം ചെയ്യും, നിങ്ങളുടെ പാർട്ടിയുടെ സ്വന്തം വാഗ്ദാനമാണ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ചെയ്യില്ല. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ചെയ്യില്ല? നിങ്ങളുടെ പാർട്ടി എല്ലാ തെരഞ്ഞെടുപ്പും വാഗ്ദാനം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ജുഡീഷ്യറിയെ പണക്കാനാവില്ല. ഞങ്ങൾ ഈ ബില്ല് പാസ്സാക്കി നിയമമാക്കിയാൽ എല്ലാ ജഡ്ജിമാരും ഞങ്ങൾ എതിരാകും, ഞങ്ങൾക്കത് വേണ്ട. അല്ല, എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ താങ്കൾ ഓരോ തവണയും കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തതിന് താങ്കൾ ഓരോ കാരണങ്ങൾ പറയുകയാണ്. ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഹൈക്കോടതി ബെഞ്ചിന്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞു ബാഴ്സലോണ ട്വിൻ സിറ്റിയാക്കും തിരുവനന്തപുരം എന്ന് താങ്കൾ പറഞ്ഞു. CPM ആണ് അതിലെതിരെ നിൽക്കുന്നത്, അവരുടെ സങ്കുചിതമായ മനോഭാവമാണെന്ന് പറഞ്ഞു. പൊഴിയൂരിലെ പുലിമുട്ട് ഡോക്ടർ തരൂർ താങ്കൾ പറയുന്നത് അത് സംസ്ഥാന സർക്കാരാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നു എന്നാണ്. ചുരുക്കത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടാത്തതിനുള്ള ന്യായീകരണങ്ങൾ നിരത്തുകയാണോ ഡോക്ടർ തരൂർ 4ാം തവണ താങ്കൾ മത്സരിക്കുമ്പോൾ? കാരണം ഞാൻ എല്ലാം ചെയ്തിട്ട് എന്നിട്ട് കൂടി ഞാൻ ബാഴ്സലോണയിൽ പോയി. ഇവിടുത്തെ മേയർ ജയൻ ബാബുവിനോട് കണ്ടു. ഞാൻ ബാഴ്സലോണയിൽ പോയി അവിടുത്തെ മേയറെ കണ്ടു, അവിടുത്തെ നഗരസഭയെ കണ്ടു. അവർക്ക് തിരുവനന്തപുരം എന്താണെന്നൊരു പിടുത്തമില്ലാത്തൊരു നഗരമായിട്ടും കൂടി റെസൊല്യൂഷൻ പാസ്സാക്കി തിരുവനന്തപുരത്തിനെ ഓഫർ ചെയ്യാൻ ഒരു ട്വിൻ സിറ്റി സ്റ്റേറ്റസ്. അതിനൊപ്പം ഒരു ബഡ്ജറ്റും ഉണ്ടായിരുന്നു. അവർ ഉദ്യോഗസ്ഥന്മാരെ തിരുവനന്തപുരത്തേക്ക് അയച്ചു. ഒരു കൾച്ചറൽ ട്രൂപ്പ് അയച്ചു. ടാഗോർ തിയേറ്ററിൽ വലിയൊരു പാട്ട് കച്ചേരിയൊക്കെ നടത്തി. ഇതെല്ലാം ചെയ്ത ശേഷം ജയൻ ബാബുവിന് വെറും അവര് റെസൊല്യൂഷൻ സ്വീകരിക്കാൻ മാത്രമുണ്ടായിരുന്നു. ഞാൻ റെസൊല്യൂഷൻ അതിന് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അഭിമാനത്തോടെ, ഞാൻ MP-യുടെ ജോലി പൂർത്തിയായി, ഞാൻ ഈ റെസൊല്യൂഷൻ കൊണ്ടുവന്നു, നിങ്ങൾ ഇതിനിവിടെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ബാഴ്സലോണയുടെ എല്ലാ സഹായം ഉണ്ടാവും. തിരുവനന്തപുരത്ത് അതോ കൾച്ചറൽ ഏരിയയിൽ, മാലിന്യ മാനേജ്മെന്റിൽ, തുറമുഖ വികസനത്തിൽ ആ കാലത്ത് ഒഴിഞ്ഞുണ്ടായിരുന്നില്ല നമ്മൾക്ക്. ഇതെല്ലാത്തിനും വേണ്ടി തിരുവനന്തപുരം കാശ് കൊണ്ട് തരാൻ ആ കാലത്ത് റിസഷൻ വരുന്ന മുമ്പായിരുന്നു നല്ലൊരു ഡെവലപ്മെന്റ് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു അവർക്ക്. ഈ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം CPM നഗരസഭയിൽ ഇത് ചർച്ചയും കൂടി ചെയ്തില്ല. ഒരു കോൺഗ്രസ് MP കൊണ്ടുവരുന്ന ഒരു പദ്ധതി അവർക്ക് വേണ്ട, ആ രാഷ്ട്രീയ ക്രെഡിറ്റ് കൊടുക്കാൻ അവർ തയ്യാറല്ല. നന്നായിട്ട് ബാഴ്സലോണയുടെ സഹായം എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ അടുത്ത നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് വോട്ട് കൊടുക്കുമെന്ന് മാത്രമായിരുന്നു അവരുടെ ഭയം. അതാണ് മാത്രം ഒരു ചിന്ത. അപ്പൊ അത് എന്റെ പരാജയമല്ല, എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യും. ഞാൻ ഹെൽപ്ലെസ്നെസ് ആണോ താങ്കൾ പറയുന്നത്? അല്ല, ഞാൻ പറയുന്നത് എന്റെ വാഗ്ദാനം പൂർത്തിയാക്കി. ഞാൻ ബാഴ്സലോണയിൽ പോയി ഇത് കൊണ്ടുവന്നു. ഇത് നശിപ്പിച്ചത് ഇവരാണ്, CPM. അവരോട് ചോദിക്കുക എന്തുകൊണ്ട് നശിപ്പിച്ചു എന്ന്. അവരാണ് ഇപ്പൊ പരാതി പറയാൻ നടക്കുന്നത്. ഞാൻ ബാഴ്സലോണ ആക്കിയില്ല. അത് എന്ത് കഷ്ടമാണത്. ഡോക്ടർ തരൂർ, താങ്കൾ കേരളത്തിൽ പൊയ്യൂരിന്റെ കാര്യം പറയട്ടെ. പൊയ്യൂരിന്റെ കാര്യം എന്താണ്? ഞാൻ ഈ വിഷയത്തിൽ പൊയ്യൂർ മാത്രമല്ല തീരദേശം മൊത്തം, പക്ഷെ പൊയ്യൂരിന് പർട്ടിക്കുലർ ഞാൻ 20 പ്രാവശ്യം പാർലമെന്റിൽ സംസാരിച്ച ഒരു വിഷയമാണ്. എല്ലാ മന്ത്രിയോടും ചോദ്യം ചോദിച്ച ഈ വിഷയമാണ്. തീരദേശത്തിൽ കടലാക്രമണത്തിന്റെ കാരണം നമ്മുടെ ഭൂമി നഷ്ടപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് ഞാൻ 3 മന്ത്രിമാരോട് സംസാരിച്ചു. മാത്രമല്ല ഞാൻ പ്രധാനമന്ത്രി എഴുതി പറഞ്ഞു, അഥവാ ഒരു വിദേശ
സർക്കാർ വന്നിട്ട് നമ്മുടെ ഭൂമി എടുത്താൽ 6 ഇഞ്ച് എടുത്താൽ മതി, 6 അടി മണ്ണെടുത്താൽ മതി, നമ്മൾ പറയും വലിയൊരു ദേശീയ വിഷയമാണ്. എന്റെ മണ്ഡലത്തിന് 64 സ്ക്വയർ കിലോമീറ്ററാണ് ഭാരത് മാതര ഭൂമി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നിങ്ങൾക്കിതിന് കാശ് കണ്ടുപിടിച്ചോടെ? പക്ഷെ ഞാൻ എഴുത്തുകളൊക്കെ കാണിച്ചു കൊടുത്തത് നമ്മുടെ തീരദേശ സമുദായ നേതാക്കളും പാരിഷ് പ്രീസിനും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മന്ത്രിമാർ പറയുന്നു ഞങ്ങൾക്കൊരു പൈസ കൊടുക്കാനില്ല, സംസ്ഥാന സർക്കാരിനോട് ചോദിക്കും. ഞാൻ ലോക്സഭയിൽ ചോദ്യം ചോദിക്കുന്നു, ഇതാണ് എഴുതിയ മറുപടി തരുന്നവര്. ഷോർലൈൻ പ്രൊട്ടക്ഷൻ ഇസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ തത്വത്തിൽ അതിന് അംഗീകാരം നൽകിയിട്ടില്ലേ? ഇല്ല, അതാണ്. അപ്പൊ ഞാൻ അവസാനത്തിൽ അവിടുന്ന് ഇത് ഒരിക്കൽ സംഭവിച്ചത് നിരവധി തവണ സംഭവിച്ചു. ഞാൻ ഈ മറുപടി കൊണ്ടുവരുന്നു, സംസ്ഥാന സർക്കാരിന് പറയും നിങ്ങൾ കാശ് തരൂ, ഇത് ചെയ്തു കൊടുക്കൂ, നിങ്ങൾ ഉത്തരവാദിത്തമാണ് പറയുന്നു. അവർ മറുപടി പറയും ഞങ്ങൾക്ക് കാശില്ല. അപ്പൊ അവസാനം ഞാൻ റോഷി ഓഗസ്റ്റിനോട് സംസാരിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ. ഇത് എന്താണ് സംഗതി, വല്ലതും ചെയ്യണം, നമ്മൾക്കത് വഷളായി. ഞാൻ എന്റെ MP ഫണ്ട് ആകെ ചുരുങ്ങിയ MP ഫണ്ടേ ഉള്ളൂ. ഒരു വർഷം 5 കോടി കിട്ടും, പക്ഷെ അതിന് 7 നിയോജക മണ്ഡലത്തിൽ പങ്കെടുക്കണം. അതിന്റെ അർത്ഥം ഓരോരോ നിയോജക മണ്ഡലത്തിലേക്ക് 50 ലക്ഷമേ ഉള്ളൂ. കാരണം 25% SC/ST ദളിത് പ്രോജക്ട്സ് ആണ് പോവുക. അപ്പൊ ഈ 50 ലക്ഷമുള്ള ഞാൻ എങ്ങനെയെങ്കിലും മറ്റേവരുടെ എക്സ്പെൻസിൽ ഞാൻ 1 കോടി 10 ലക്ഷം പൊയ്യൂരിൽ മാത്രം ചെലവാക്കി കടൽ ഭിത്തി കെട്ടി. അതുപോലെ തന്നെ 50 ലക്ഷം കൊച്ചുത്തോപ്പ് കൊടുത്തിട്ട് അവിടെയും ചെയ്തു. അവിടെയായിരുന്നു ആ സമയത്ത് ഭയങ്കര ഡെസ്പറേഷൻ. ഈ കടൽ ഭിത്തി നിന്നിട്ടുണ്ട്, അതിന്റെ പുറകെ മണ്ണും കൂടിയിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെയും ഈ 1 കോടിയോടൊന്നും നടക്കുക. നമുക്ക് 300 കോടി ജില്ലയിലാണ് വേണ്ടത് നമ്മളുടെ ഈ തീരദേശത്തെ സംരക്ഷിക്കാൻ.